ശ്രീ ജോസുകുട്ടി ഒഴികയിൽ ഇവിടെ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോദാസ് പറയുന്നു, മയപ്പെട്ട നിലപാടാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നു. മാത്രവുമല്ല, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നാളെ ഒരുപക്ഷെ ജാമ്യം ലഭിക്കും എന്ന കാര്യമാണ്, എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു വിശ്വാസമില്ലായകയുണ്ടോ? ജോസഫ് പാംപ്ലാനിയുടെയൊക്കെ കടുത്ത വാക്കുകൾ, നിഗൂഢമാണ് സർക്കാരിന്റെ നീക്കം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് പ്രതികരണങ്ങൾ വരണമെങ്കിൽ അത്രമാത്രം ഒരു അവിശ്വാസം, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ നിലപാടുകളിൽ അനുഭവിക്കുന്നുണ്ടോ? ഇന്നലെ കോടതിയിൽ ഈ കേസ് വന്നപ്പോഴും ഒരു ധാരണ ഇപ്രകാരമായിരുന്നു: പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യത്തെ എതിർക്കുകയില്ല, സിസ്റ്റേഴ്സ് നിരപരാധികളാണെന്ന് ഏതാണ്ടൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ആ കാര്യം നമ്മൾ അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇന്നലെ പ്രസ്താവിച്ചത്. കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അനിൽ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാശങ്കയുടെ ആവശ്യമില്ല, സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്നലെ ജാമ്യം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ജാമ്യം കിട്ടിയില്ല എന്ന് നമുക്കറിയാം. അവസാനം പിന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വളരെ വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് പറഞ്ഞത് ജാമ്യം കിട്ടുമെന്ന്. പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോടതി വന്നു കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. പ്രോസിക്യൂഷൻ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കേണ്ടതില്ലെന്നാണ് ഗവൺമെന്റ് നിലപാട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ നിലപാട് എന്നാണ് അതിന്റെ അർത്ഥം. പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ പറയുന്നത്. പുള്ളിക്ക് കിട്ടിയിട്ടുള്ള രേഖകളുടെയും കടലാസുകളുടെയും ഡോക്യുമെന്റിന്റെയും അടിസ്ഥാനത്തിൽ ഈ ആളുകൾക്ക് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കോടതി അങ്ങനെയാണ് മനസ്സിലാക്കുക. അത് മയപ്പെടുത്തിയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിച്ചോണ്ട് വേണമെങ്കിൽ നമ്മൾ ചിരിച്ചോണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറയല്ലേ, വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, ചിരിച്ചോണ്ടൊക്കെ പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഈ കന്യാസ്ത്രീമാരെ, ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുള്ള കുറ്റമല്ലെന്ന് ഇന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് പ്രോസിക്യൂഷൻ അത് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ അങ്ങനെ തന്നെ പറയണമായിരുന്നു. ഇത് ഇവരുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, അത് വിചാരണയിലൂടെ തെളിഞ്ഞാൽ മതി, അതുവരെ അവരെ അകത്തിടേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പ്രോസിക്യൂഷന്റെ നിലപാടെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിചാരണയിലൂടെ തെളിഞ്ഞ് ഒരു കുറ്റം തെളിയിക്കപ്പെടേണ്ടതിന് പകരം അവരകത്ത് കിടക്കട്ടെ, അവർക്ക് ജാമ്യം നിഷേധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും പൗരാവകാശങ്ങളുടെ നിഷേധം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ചർച്ചയായപ്പെട്ടിരിക്കുന്ന നിലവിലുള്ള അവർക്കെതിരെ എടുത്തിരിക്കുന്ന രണ്ട് കുറ്റങ്ങളും നിലനിൽക്കുന്നല്ല എന്ന് അവർക്കറിയാം. ഈ ആളുകൾ നേരത്തെ ക്രൈസ്തവ മതം സ്വീകരിച്ചവരാണ്. അപ്പൊ മതമാറ്റത്തിന്റെ ഒരു അംശം അവിടെ എങ്ങുമില്ല. അവർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം വേറൊരു സ്ഥലത്ത് നല്ലൊരു ജീവിതമാർഗം തേടി ജോലിക്ക് വന്നതാണ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രസക്തമാകുന്ന കാര്യം എന്താണ്? ഇവിടെ പ്രസക്തമാകുന്ന കാര്യം നിരപരാധികളാണെന്ന് അറിയാമെങ്കിൽ പോലും അവരെ വേണമെങ്കിൽ ഒരു സംഘം തീവ്ര നിലപാടുള്ള ആളുകളും അവരോട് ചേർന്ന് നിൽക്കുന്ന പോലീസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അകത്താക്കി അവരെ ജയിലിൽ അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തരുന്ന ആ ഒരു ഉറപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആ മതം പ്രൊഫസ് ചെയ്യുന്നതിനുമുള്ള നമ്മുടെ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുള്ള ഒരു അവകാശത്തെ ഏതാനും ചില തീവ്രവാദികളുടെ സമീപനം കാരണം നിഷേധിക്കാൻ കഴിയുന്നു. അങ്ങനെ നിഷേധിച്ചാൽ ഇന്ത്യൻ കോടതികൾക്ക് അതിൽ ഇടപെടുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അവർ നിരപരാധികളാണെങ്കിലും അല്ലെങ്കിലും അവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു എന്നത് തീർച്ചയായും അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളും കൃത്യമായ കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു നിയമം വന്നു കഴിയുമ്പോൾ ആ നിയമം പ്രയോഗിക്കുമ്പോഴാണ് ആ നിയമത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അവകാശത്തിൽ കടന്നു കയറുന്ന തീവ്രവാദികൾ ആരാണ് എന്നത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.